ആ അപ്പൊ ഒരാഴ്ച ചെയ്യാനുള്ളോണ്ടേ ഫസ്റ്റ് നിനക്ക് ട്രെയിനിങ് തരാം. തുടങ്ങിക്കോ നോക്കട്ടെ. എന്താ തുടങ്ങണ്ടെന്നാ? കൊച്ചിന് പാല് തിളപ്പിക്ക്. ഓക്കെ. ഈ വീട്ടിലെവിടെ ഇതിനകത്ത് പാലുണ്ടാക്കണേ തിളപ്പിക്കുന്നത്? വല്ലപ്പോഴും കിച്ചണിൽ കയറണം. നമ്മൾ പൊതുവെ ഇവിടെ മറ്റേ മൺചട്ടിയിലാണ് തിളപ്പിക്കുന്നത്. കൊള്ളാലോ, ഹെൽത്തി. എന്തോ ഈ കാണിക്കുന്നത്? നിന്റെ DJ സാധനമല്ല, ഇത് അടുപ്പാണ്, പൊട്ടിത്തെറിക്കും. എവിടെ ഇരിക്കണ മൺചട്ടി? ശരിക്കും നീ മന്ദബുദ്ധിയാണ്. ഇടേ മൺചട്ടിയിൽ ആരെങ്കിലും പാല് വെക്കോ? ഏത് പാത്രത്തിൽ ഉണ്ടാക്കണത്? സ്റ്റീൽ പാത്രം എടുക്ക്. എവിടെയാ? നിനക്ക് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനല്ല പറഞ്ഞത്. സ്റ്റീൽ പാത്രമല്ലേ? ഇത്രയും വേണം ഒരു കുഞ്ഞി കൊച്ചിന് പാല് തിളപ്പിച്ചു കൊടുക്കാൻ. ഇതിനകത്ത് എന്താ പാല് കായില്ലേ? എടുത്തു വെച്ചത് ബുദ്ധി. ഇനി മേലെ ഡൗട്ടും കൊണ്ടുവന്നു വരുത്. ഇതിനകത്ത് പാലോടെ ഇരിക്കുന്നേ. പാത്രം കഴുകുമായിട്ട് വൃത്തിയുമില്ല. പയ്യെ തുറക്കണ ടാപ്പ് തെറിക്കും. പയ്യെ. ഓ പാലോടെ ഇരിക്കണ് എന്റെ തലയില്. ഫ്രിഡ്ജിൽ പോയി നോക്കണേ. ഭാഗ്യം പശുവിനെ പോയി കറക്കണം എന്നൊക്കെ പറയാൻ കിട്ടിയാ? സ്ലോ മോഷൻ കളിക്കാണ്ട് വേഗം വാ, കൊച്ചിന് വിശക്കുണ്ടാവും. ചേച്ചി വെറുതെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാല് തിളക്കത്തില്ല. കത്തിക്കണം. അത്രയൊന്നും വേണ്ട കൊച്ചിന്. എന്തായാലും തിളപ്പിക്കും. ഞാൻ കുടിച്ചോളാം പകുതി. ഇതെന്താണ്? അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് ഇത് ഫോണാക്കിയില്ലേ, ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തിളച്ച് വരും. ഇങ്ങനെ തിളച്ച് വരാൻ നേരത്തെ അതിന്റെ ബുൾബുൾന്നൊക്കെ ഇങ്ങനെ കാണാം. ബുൾബുൾ വരും. എന്നിട്ട് ഈ ഒരു അര ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ഓഫ് ചെയ്തിടണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് പാലായോ? അപ്പത്തേനും പാലായോന്ന് നിനക്കത് കണ്ടറിഞ്ഞത്തില്ലേ? എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എന്നിട്ട് പാത്രത്തിൽ ഒരു കൊച്ചിന് കൊടുക്കണം. എന്നിട്ട് പാത്രത്തിൽ വെച്ച് കൊച്ചിന് കൊടുത്താൽ കൊച്ചിന്റെ വായ പൊള്ളും. എന്നിട്ട് ഇത് ഇങ്ങനെ മാറ്റി സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് കുറച്ചു നേരം അവിടെ വെക്കുക. അതൊന്ന് തണുക്കുമ്പോഴത്തേക്കും അത് ഫീഡിംഗ് ബോട്ടിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കയ്യിൽ 2 ഡ്രോപ്പ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, ചൂടാറിയോ അല്ലേന്ന്. ആറി കഴിഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൊച്ചിന് ഫീഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. തനിക്ക് ഇതൂടെ തന്നാ പിന്നെ സംഭവം ഡിവൈഡ് ചെയ്ത് തന്നാൽ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വേണ്ട. സഹായിച്ചു വരുമ്പോ അത് മനസ്സിലാക്കുക. മനസ്സിലായി. അല്ല ആയപ്പണി വല്ലതായിരുന്നു? എൻ്റെ ഓർഫണേജിൽ ഞാൻ ഇതേപോലെ കുറെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട്. സോറി, ഞാൻ വിഷമമായോ? എനിക്ക് വിഷമമായൊന്നുമില്ല. അതൊക്കെ നല്ല കാര്യമായിട്ടേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കുറെ മന്ദബുദ്ധികളെ കാണുമ്പോഴാണ് സങ്കടം വന്നത്.